الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്തു യൂനുസിലെ 87-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. وأوحينا إلى موسى. മൂസ അലൈഹിസ്സലാമക്ക് നാം ദിവ്യബോധനം നൽകി. വ അഖീഹി, അദ്ദേഹത്തിൻ്റെ സഹോദരനും ഹാറൂൻ അലൈഹിസ്സലാമക്ക്. അൻ തബവ്വഅ, നിങ്ങൾ രണ്ടുപേരും ഒരുക്കണം എന്ന്. ലി ഖൗമികുമ, നിങ്ങൾ രണ്ടുപേരുടെയും ജനങ്ങൾക്ക് വേണ്ടി. ബി മിസ്ര, മിസ്റിൽ, ഈജിപ്തിൽ. ബുയൂത്തൻ, വീടുകൾ, കേന്ദ്രങ്ങൾ എന്നും അർത്ഥം പറയാം. ബൈത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ബുയൂത്ത്. വജ്അലൂ ബുയൂത്തക്കും, നിങ്ങളുടെ വീടുകളെ നിങ്ങളാക്കണം. ഖിബിലത്തൻ, ഖിബിലയാക്കണം, അഭിമുഖമാക്കണം, അല്ലെങ്കിൽ അവലംബമാക്കണം എന്നൊക്കെയാണ് ഖിബില എന്ന വാക്കിനർത്ഥം. വഅഖീമുസ്സലാഹ്, നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സുവിശേഷം അറിയിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക എന്നുകൂടെ അർത്ഥം പറയാം. വഔഹൈനാ ഇലാ മൂസ, മൂസ അലൈഹിസ്സലാമക്ക് നാം വഹയ് നൽകി. വഹയ് നൽകുക എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി ദിവ്യബോധനം നൽകുക. വഅഖീഹി, അദ്ദേഹത്തിൻ്റെ സഹോദരനും. അൻ തബവ്വഅ, തബവ്വഅ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് തബവ്വ, ഏകവചനം. അത് ദ്വിവചനമാക്കുമ്പോൾ തബവ്വഅ, രണ്ടുപേരും ഒരുക്കുക. ലി ഖൗമികുമ, നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി. ബി മിസ്ര, മിസ്റിൽ, അതായത് ഈജിപ്തിൽ. ബുയൂത്തൻ, വീടുകൾ, ബൈത്ത്, ബുയൂത്ത്. വജ്അലൂ ബുയൂത്തക്കും ഖിബ്ലത്തൻ, അത് മാത്രം പോരാ, നിങ്ങളുടെ വീടുകളെ ഖിബ്ലയാക്കണം, അഭിമുഖമാക്കണം. വഅഖീമുസ്സലാഹ്, നമസ്കാരം അതിൻ്റെ മുറ പോലെ നിങ്ങൾ ഇഖാമത്ത് ചെയ്യണം, നിലനിർത്തണം, നിർവഹിക്കണം. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, അവർക്ക് ഇതിനൊക്കെ അനന്തരഫലമായിട്ട് വിജയമുണ്ടാകും, സ്വർഗമുണ്ടാകും എന്ന സന്തോഷവാർത്ത അറിയിക്കുക. സംഭവം നേരത്തെ കഴിഞ്ഞ 2 സൂക്തത്തിലായി ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നത്തൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. വളരെ പ്രധാനപ്പെട്ട സന്ദർഭത്തോട് ഏറെ പൊരുത്തപ്പെടുന്ന ഒരു പ്രാർത്ഥന. വർഗീയ ശക്തികൾ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ശക്തികൾ വിശ്വാസികളെ ഉപദ്രവിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഫിർഔനിൻ്റെ ചരിത്രം പഠിച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഫിർഔനിനെ പേടിച്ചിട്ട് തങ്ങളുടെ ആദർശം സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. 83-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു. അവർ വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ അവരോട് ഫിർഔനിൻ്റെ ഈ മർദ്ദന, പീഡന, അക്രമ സ്വഭാവങ്ങളിൽ നിന്ന്, സംഭവങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ അള്ളാഹുവിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് അവന് വിശ്വാസികളായിക്കൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അക്രമികളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച അല്പം ആളുകളോട് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ. എന്നാൽ പ്രാർത്ഥന മാത്രം മതിയാകുമോ വിജയിക്കാൻ? അതുപോരാ. പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനം വേണം. പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? അതിന് വേണ്ട ആസൂത്രണങ്ങളൊക്കെ നടക്കണം.
അപ്പോഴാണ് പ്രവർത്തന രംഗത്തേക്ക് നമ്മൾ ആസൂത്രിതമായി ഉണ്ടാകുക. അവിടുത്തെ അവസ്ഥ എന്താണ്? ഫാഷിസ്റ്റുകളുടെ സ്വഭാവം. ആരാധനാലയങ്ങൾ ബനൂ ഇസ്രായേലിയർക്കുണ്ടായിരുന്ന അല്പസ്വല്പം ആരാധനാലയങ്ങളൊക്കെ ഫിറഔൻ തകർത്തിരിക്കുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ബുൾഡോസർ രാജ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമസ്കാരം അന്നും ഉണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ മാതിരി 5 നേരത്തെ നമസ്കാരം 17 റക്അത്തായിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിന് ശേഷമാണല്ലോ നിസ്കാരം. മദീനയിലെത്തിയതിന് തൊട്ട് മുമ്പാണല്ലോ നമസ്കാരം നിർബന്ധമാകുന്നത്, ഇസ്രാ മിഅ്റാജ് സംഭവം. പക്ഷെ അതിൻ്റെ മുമ്പ് നബി നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഇന്നത്തെ മാതിരിയുള്ള സമയമോ ഇന്നത്തെ മാതിരിയുള്ള റക്അത്തായിക്കൊള്ളണം എന്നില്ല വ്യത്യാസങ്ങളുണ്ടാകാം, എങ്കിലും നമസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് പരസ്യമായി നമസ്കരിക്കാൻ നിർവാഹമല്ല, പള്ളിയിൽ പോകാൻ. അന്നത്തെ ആരാധനാലയങ്ങളിൽ പോയി ആരാധനകൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്ത വിധം അതൊക്കെ അന്നത്തെ ഫാഷിസ്റ്റ് ഭരണകൂടം തകർത്തിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമക്കും ഹാറൂൻ നബി അലൈഹിസ്സലാമക്കും ഇവരുമായി സംവദിക്കുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുവാനും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും ഇപ്പോൾ ഒരു കേന്ദ്രമില്ല. വിശ്വാസികളുടെ കേന്ദ്രം ഏതാ? പള്ളിയാണ്. അത് തകർത്തിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമക്കും ഹാറൂൻ നബി അലൈഹിസ്സലാമക്കും ബോധനം നൽകുകയാണ്. ഉഹൈന ഇലാ മൂസ വഅഖീഹി. മൂസാ നബി അലൈഹിസ്സലാമക്കും ഹാറൂൻ നബി അലൈഹിസ്സലാമക്കും നാം വഹി നൽകി. എന്താ വഹി? അൻ തബവ്വഅ, നിങ്ങൾ രണ്ടുപേരും ഒരുക്കണം എന്ന്, തയ്യാറാക്കണം എന്ന്, ലിഖൗമികുമാ, നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, ബി മിസ്റിൽ, ഈജിപ്തിൽ, ബുയൂത്തൻ, വീടുകൾ. അഥവാ അവർക്ക് ദീനീ പ്രവർത്തനങ്ങൾക്ക് പരസ്പരം അറിയുവാനും പരസ്പരം ചർച്ച ചെയ്യുവാനും ദീനീ പ്രവർത്തനങ്ങളിൽ അഭിനിവേശം വളർത്തുന്നതിനുള്ള തർബിയത്ത് കൊടുക്കുവാനും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയോടും ഹാറൂൻ നബി അലൈഹി സ്വലാമയോടും അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള ചില വീടുകൾ സൗകര്യപ്പെടുത്തണം. അത് നിലവിലുള്ള വീടായതിനു വേണ്ടി സൗകര്യപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ പുതിയ വീടുകൾ നിർമ്മിച്ചാലും മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? പരസ്യമായി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടാക്കിയിരുന്ന കേന്ദ്രങ്ങളൊക്കെ അവർ ഫിറഔൻ തകർത്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്വകാര്യമായെങ്കിലും ഒത്തുചേരാം. ഏതുപോലെ ദാറുൽ അർഖമിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തുകൂടിയിരുന്നല്ലോ സംഘവും. അതേമാതിരി അല്പം വരുന്ന വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ കൂടുതൽ ദൃഢത നൽകുവാനും അവരെ സംസ്കരിച്ച് വളർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുക്കുന്നതിനും ആവശ്യമായ ഒരു സങ്കേതം അവർക്കുണ്ടാകണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമക്കും ഹാറൂൻ നബി അലൈഹി സ്വലാമക്കും അള്ളാഹു തആല നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണ് വൗഹൈന ഇലാ മൂസ വഅഖീഹി അൻ തബവ്വഅ. ബവ്വഅ പറഞ്ഞാൽ ഒരുക്കുക, തബവ്വഅ ഒരുക്കി, രണ്ടുപേരും ഒരുക്കണം. തബവ്വഅ എന്നുള്ള കൽപ്പനയെ ദ്വിവചനമാക്കിയതാണ്, മുസന്നയാക്കിയതാണ്. തബവ്വഅ, നിങ്ങൾ രണ്ടുപേരും ഒരുക്കണം. ഈ വാക്ക് നമ്മൾ അൽ-ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കഅബയുടെ സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തു എന്നുള്ള അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വാക്ക്. തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര, ഈജിപ്തിൽ നിങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കണം ബുയൂത്തൻ, വീടുകൾ. ഈ വീടുകൾ ഒരുക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക്, ആസൂത്രണങ്ങൾക്ക് ഒരു ആസ്ഥാനങ്ങൾ ഉണ്ടാകണം. അതിനവിടെ ചെറിയ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. അത് വിശ്വാസികളുടെ കേന്ദ്രമായിരിക്കണം. അവിടെ മൂസാ നബി അലൈഹി സ്വലാമക്കും ഹാറൂൻ നബി അലൈഹി സ്വലാമക്കും വന്ന് അവിടെ ഒത്തുകൂടുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അവരെ തർബിയത്തും തസ്കിയത്തും നൽകി വളർത്തുവാനും അവർക്ക് ആരാധനാ മുറകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള സൗകര്യമുണ്ടായിരിക്കണം. അതാണ് തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂത്തൻ. ഇനി ഒരു പൊതുകൽപ്പനയാണ്. വജഅലൂ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ സ്വകാര്യമായി പ്രാർത്ഥിച്ചിരുന്നാൽ പോരെ. നമസ്കാരം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കർമ്മമല്ല, പരസ്യമായി പള്ളികളിൽ നടക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അതിന് ഫിറഔന്റെ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല. ഫിറഔനിൻ്റെ സ്വഭാവമുള്ളവരുടെ നാട്ടിലും അതിന് പ്രയാസമുണ്ട്. നമുക്കറിയാമല്ലോ സംഭവങ്ങളൊക്കെ. അപ്പോൾ വിശ്വാസികളോട് പൊതുവിൽ കുറച്ച് വിശ്വാസികളേ ഉള്ളൂ. അവരോട് പറയുകയാണ്, വജഅലൂ ബുയൂത്തക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കണം. ഖിബ്ലത്തൻ, ഖിബ്ലയാക്കണം. വീടുകളെ ഖിബ്ലയാക്കണം എന്നുള്ളതിന് 2 തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. നിങ്ങളുടെ വീടുകൾ എല്ലാം ഖിബ്ലക്ക് അഭിമുഖമായിരിക്കണം. ഖിബ്ല പറഞ്ഞാൽ അന്നും ഇന്നുമൊക്കെ കഅബ തന്നെയാണ്. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കഅബ നേരത്തെ ഉള്ളതാണ്. ഇബ്രാഹിം നബി അത് പുതുക്കിപ്പണിത. അത് നിർമ്മിച്ചതാരാണ്? ആദം അലൈഹിസ്സലാമയാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, ഭൂമുഖത്ത് ആദ്യം നിർമ്മിച്ച ഭവനം, പള്ളി
ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ് കഅബ. ആര് നിർമ്മിച്ചു? മലക്കുകൾ നിർമ്മിച്ചതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, ആദം നബി അലൈഹി സ്വലാം നിർമ്മിച്ചതാണെന്ന് അഭിപ്രായമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏതായാലും ആദ്യമായി നിർമ്മിച്ചതല്ല, അത് പുനർനിർമ്മിച്ചതാണ് എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കഅബയെ നിങ്ങൾ ഖിബിലയാക്കണം, അതിന് വീടിനെ ഖിബിലയാക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഅബയിലേക്ക് അഭിമുഖമായിരിക്കണം നിങ്ങളുടെ വീടുകൾ. നമസ്കാരം എന്നുള്ള സ്വഭാവമൊക്കെ അതിന് എടുത്തു പോയിട്ടുണ്ട്. കാരണം എന്താ? അങ്ങനത്തെ ഒരു സാഹചര്യം ആ നാട്ടിലില്ല. അങ്ങനെയാണല്ലോ. തുർക്കിയിൽ എന്താ കുറേ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ബാങ്കില്ല, നിസ്കാരമില്ല, പള്ളികൾ പാടില്ല. ഇപ്പം ഇങ്ങനെ മാറി മാറി വരികയാണ്. അതേ അവസ്ഥ ഫിറൗന്റെ നാട്ടിലുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ രാജ്യത്തൊക്കെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര പള്ളികൾ തകർക്കപ്പെട്ടു, വീടുകളിൽ ആരാധിക്കുന്നതിന് പോലും നമസ്കരിക്കുന്നത് പോലും കേസുണ്ടായി, ഈദ്ഗാഹുകളൊക്കെ ഇതേ അവസ്ഥ ഉണ്ടായപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, വീടുകൾ പള്ളികൾക്ക് അഭിമുഖമാക്കുക. അത് ഇപ്പോൾ ഉള്ള വീടുകൾ ഖിബിലയിലേക്ക് അഭിമുഖമായി വരത്തക്ക വിധത്തിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിർമ്മിക്കുന്ന വീടുകൾ അങ്ങനെ ആകാം. ഒരു വ്യാഖ്യാനമാണത്. മറ്റൊരു വ്യാഖ്യാനം, നിങ്ങളുടെ വീടുകൾ തന്നെ പള്ളികളായി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. വീടുകളിൽ തന്നെ ജമാഅത്ത് നമസ്കാരം നടക്കട്ടെ ഉള്ളവർ വെച്ചിട്ട്. അത് പള്ളികളിലാണ് വേണ്ടത്. നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു ശക്തി സ്രോതസ്സാണ്. ഈ നമസ്കാരം കേവലമായ ഒരു ആരാധനാ കർമ്മം മാത്രമല്ല, ഇതിലൂടെ ഒരു വിശ്വാസിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമുണ്ടാകണം. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുമുള്ള ഒരു പ്രചോദനം ലഭിക്കേണ്ടത് നമസ്കാരമാണ്. അതുകൊണ്ടല്ല യുദ്ധവേളകളിൽ പോലും അല്ലാഹു തആല പറയുക, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. എന്താ യുദ്ധവേളകളിൽ നമസ്കാരം പറയുന്നത്? അതിൽ നിന്നൊരു ഊർജ്ജം ഉണ്ടാകണം, യുദ്ധത്തിനുള്ള ഊർജ്ജം കിട്ടണം. നമസ്കാരത്തിലൂടെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾക്കുള്ള ഊർജ്ജം. അല്ലാതെ നമസ്കാരം മാത്രം അത് തുടങ്ങിയ അവസാനിക്കുന്ന വരെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും എന്താണ് സമുച്ചയമാണ് നമസ്കാരം. അങ്ങനെയുള്ള നമ്മളതിനെ നിർവചനം പഠിച്ചു. അതിന് തീരൂല. അത് നമ്മുടെ മനസ്സിന് ശക്തി പകരേണ്ടത് കൂടിയാണ്. അള്ളാഹുവിനോട് നമ്മൾ അങ്ങനെയുള്ള നമസ്കാരം നിങ്ങൾ നിലനിർത്തണം എന്നാൽ പിന്നെ പറഞ്ഞു വാഖീമുസ്സലാ. നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നമസ്കാരം നിലനിർത്തണം. വാഖീമുസ്സലാ. അപ്പോൾ നിങ്ങൾ നമസ്കാരാദി കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്ക് തർബിയത്ത് കൊടുക്കാൻ, തസ്കിയത്ത് കൊടുക്കാൻ ദീനീ സംരംഭങ്ങളില്ല, ദീനീ മദാരിസുകളില്ല. അപ്പോൾ അതിന് നിങ്ങൾ ആവശ്യമായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം എന്ന് ആദ്യം ഹാറൂൻ നബി അലൈഹി സ്വലാമയോടും മൂസാ നബി അലൈഹി സ്വലാമയോടും പറഞ്ഞതിന് ശേഷം വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ അതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതെങ്ങനെ ചെയ്യണമെന്നുള്ള അറിവുകളൊക്കെ എവിടുന്ന് കിട്ടും? അത് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ കൊടുക്കും. അത് നിങ്ങൾ വീടുകളിൽ അനുഷ്ഠിക്കണം എന്നാണ് അഖീമുസ്സലാ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. അത് നമുക്കൊരു ശക്തി പകരേണ്ടതാണ് എന്നും നമുക്കറിയാം. അതാണ് അഖീമുസ്സലാ. നമസ്കാരം ഇഖാമത്ത് ചെയ്യണം. നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസി ആ 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമല്ല, തുടർ ജീവിതത്തിനാവശ്യമായ ശക്തിയാണ് സംഭരിക്കുന്നത്. ഏതുപോലെ നമ്മൾ കറണ്ടിൽ നിന്ന് ബാറ്ററിയിലേക്ക് കറണ്ട് ശേഖരിച്ച് വെക്കുന്നത് പോലെ, പവർ ബോക്സ് അല്ല, എന്താ അതിന് പറയാം, മൊബൈൽ ഫോണിനൊക്കെ വെക്കുന്നത് അല്ലേ, അതിലേക്ക് നമ്മൾ അത് എന്താണ് പവർ ബാങ്ക് ആ ചെറിയ പെട്ടി, അതൊരു ബാറ്ററിയാണല്ലോ, അതിലേക്ക് നമ്മൾ പവർ സംഭരിച്ച് വെക്കണം. അതിന് നമ്മുടെ തുടർ ജീവിതത്തിലേക്ക് നമസ്കാരത്തിൽ നിന്നുള്ളൊരു ശക്തി സംഭരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുവരെ പഠിപ്പിക്കുകയാണ് അഖീമുസ്സലാ. നമസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫലം അത് സന്തോഷം തന്നെയായിരിക്കുമെന്ന് അവരെ അറിയിക്കുക. ദുനിയാവിൽ തന്നെ വിജയമുണ്ടാകും, അതല്ലെങ്കിൽ പരലോകത്ത് തീർച്ചയായും. ബനി ഇസ്രായേൽക്കാർ അവസാനം ഫിറഔനിൻ്റെ ആ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാം അവരെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് വബശ്ശിരിൽ മുഅ്മിനീൻ, ദുനിയാവിലെ വിജയവും പരലോകത്തെ സ്വർഗ്ഗവും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഔഹൈനാ ഇലാ മൂസാ നബി അലൈഹിസ്സലാമക്ക് നമ്മൾ ദിവ്യബോധനം നൽകി, വഹി നൽകി. അഖീഹി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമക്കും
അൻ തബവ്വഅ ലിഖൗമികുമാ നിങ്ങൾ നിങ്ങളുടെ ജനതക്ക് വേണ്ടി ഒരുക്കുക ബിമിസ്ര മിസ്റിൽ ബുയൂത്തൻ ഭവനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ വജഅലു ബുയൂത്തക്കും ഖിബ്ലത്തൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളെ ഖിബിലയാക്കണം അഥവാ പള്ളിയാക്കണം അല്ലെങ്കിൽ കഅബ എന്ന ഖിബിലയ്ക്ക് അഭിമുഖമാക്കണം അഖീമുസ്സലാഹ് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം വബശ്ശിരിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് സുവിശേഷം അറിയിക്കുക. ഇത്തരത്തിൽ സുവിശേഷം അറിയിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നും ദീനീ ചിഹ്നങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ദീനീ നിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ ആവശ്യമായ ഒരു സൗകര്യവും സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. നാഥാ നിൻ്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദീനീ അനുഷ്ഠാനങ്ങളും മുറകളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഞങ്ങളുടെ മരുമക്കൾക്കും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവർക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഈ അവസരം നൽകുമാറാകണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ